ബസ്സിനകത്ത് യാത്രക്കാർ തീരെ ഇല്ലാത്ത കാരണം ഒരു ജീവനക്കാരനെ ഒഴിവാക്കി. അപ്പോൾ അവർ അടിച്ച് ഒന്നിനാൾ ഓടിക്കൊണ്ടിരിക്കും. ഓടുമ്പോൾ ഒരാൾക്ക് 15 ദിവസം ജോലി കിട്ടുന്നു. 15 ദിവസം ജോലി കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ശമ്പളം മാത്രം ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ 500 രൂപ കാശ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. 500 പോലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഹോട്ടലിൽ ആഹാരവും ചായക്ക് 15 രൂപ, ഒരു കൂടെ 150 രൂപ. കാപ്പി സ്ഥിരം വരുന്ന യാത്രക്കാർ പോലും നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകളുടെ സൗജന്യ യാത്ര സത്യം പറഞ്ഞാൽ അത് വളരെയധികം നല്ലൊരു തീരുമാനമാണ് നമ്മുടെ സർക്കാരിന്റെ. പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളും ഇപ്പോഴുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികളും അതിൻ്റെ ഉടമസ്ഥാവകാശികളൊക്കെ തന്നെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. എന്തായാലും ഞാൻ കണ്ടതിൽ എനിക്ക് കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം വിഷമമുണ്ട്. ആ വീഡിയോസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരും. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലത്തെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഹൈപ്പും കൂടി ചെയ്യുക. ഇപ്പോഴത്തെ വണ്ടിയുടെ സാഹചര്യം അനുസരിച്ച് നിലവിൽ ഒരു കളക്ഷനും ഇല്ല. ഞങ്ങളുടെ വണ്ടി കാലിയായി കിടക്കണുണ്ടല്ലേ. ഇപ്പോ ഞങ്ങള് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. എറണാകുളത്തിന് വന്ന് വരുമ്പോ തന്നെ നമ്മുടെ വൈറ്റ്ല ഹബില് KSRTC ഞങ്ങളുടെ സെയിം ടൈമില്, അവർക്ക് ഫ്രീ ആണ് താനും, ഞങ്ങളുടെ സെയിം ടൈമില് ഫ്രണ്ടേ പോരുക. ഫ്രണ്ടേ പോന്നിട്ട് അവര് ആളെ എടുത്തിട്ട് പോരുന്നു, ഞങ്ങൾ കാലിക്ക് പോരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പോയിലോട്ട് ഞങ്ങളുടെ ഫ്രണ്ടില് ഒരു തള്ളം വണ്ടി എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ ഒപ്പം പോകുന്ന തലക്കിന് വന്നിട്ട് ഇപ്പൊ കയറിയിട്ടുണ്ട്. അവനുള്ള ആളെ മൊത്തം എടുത്തോണ്ട് വരുന്നു. അവന് ഫ്രീ അല്ലേ, ഞങ്ങള് കാലിക്ക് ഓടിച്ചോണ്ട് കിടക്കുന്നു. കളക്ഷൻ പകുതി കുറഞ്ഞു. ഇപ്പൊ ഡീസലിന് വില കൂടുതൽ. ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾക്ക് പട്ടിണിയാവുന്ന ഒരവസ്ഥ നിന്ന് പോകും. ഇപ്പൊ സാഹചര്യം അനുസരിച്ച് എന്തായാലും നിന്നു. ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം എടയാറ് വഴി ഓടുന്ന ഒരു എറണാകുളം ബസ് ഉണ്ട്, അത് ഓടുന്നില്ല, ആളില്ല. അപ്പൊ അത് ഓടുന്നില്ല. ഇപ്പൊ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് പണിക്കാശ് എന്തെങ്കിലും കിട്ടണം, വീട്ടിലായിട്ട് കാര്യങ്ങൾ നടക്കണ്ടേ. അത് കാരണം ഞങ്ങൾ ഓടി വന്നത്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വണ്ടി ഓടിക്കാതെ പറ്റത്തില്ല. ഞങ്ങൾക്ക് വേറൊരു തൊഴിലും അറിയില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇതിനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് ജീവനക്കാർ പട്ടിണിയാവും. ആ പട്ടിണിയായ സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വണ്ടി കളക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. പണിക്കാരെ രാവിലെ വരുന്ന വൈകുന്നേരം പോകുന്ന ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം പേര് വല്ലതും KSRTC ഇല്ലാത്ത വഴിക്കുന്ന കയറിയാലേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രശ്നം മുന്നോട്ട് പോയാൽ നിന്നു. കൊറോണ കാലത്ത് വണ്ടികൾ കയറി കിടന്ന പോലെ തന്നെ കയറ്റിയുടേതായ സാഹചര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. കളക്ഷൻ 12,500 വെച്ച് കുറവാണ്. നമുക്ക് മൊത്തം 6-7 വണ്ടിയുണ്ട്. അതിൽ 3000 വരെ കുറഞ്ഞ വണ്ടികൾ വരുന്നുണ്ട്. 10 രൂപ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയൊക്കെ 6500 രൂപ ഒറ്റയടി കളക്ഷൻ കുറഞ്ഞ വണ്ടികളുണ്ട്. ബാലൻസ് തീരെ കുറവാണ്. ഓടിക്കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനും ഒക്കെ ഉള്ള ഇപ്പം നിലവിൽ എല്ലാം പൊതുവുള്ള എല്ലാ വണ്ടിയും കിട്ടും. ബാലൻസ് ഇല്ല, മുതലാളിക്കൊരു മെച്ചല്ല, ഇട്ട് ഓടിച്ചുകൊണ്ട് നടക്കാന്നുള്ളൂ. ഇത് അനുവദിക്കുന്നതിന് മുന്നേ തന്നെ പ്രസ്ഥാനം മുഴുവൻ നട്ടത്തിലാണല്ലോ. ഇതോടെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഈ വണ്ടി 10-30 മിനിറ്റ് ഇവിടെ ഇതായിട്ടുള്ള ആളെയായിട്ടൊന്നും ഇത്ര പേരുണ്ട്. നമ്മളൊന്നാമത് സമയമൊക്കെ ഒപ്പിച്ചു കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് സമയമില്ലാതെ KSRTC കയറും, അത് ഫ്രീ ആയിട്ട് പോകും. പിന്നെ അതെല്ലാം ആൾക്കാർ പോകും. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലം, ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ബസ് സർവീസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ മുന്നിൽ കൂടെ ഒരു ഓർഡിനറി ബസ് കടന്നു പോകാൻ നേരത്ത് അവരുടെ ബസ്സിൽ ആരും കയറുന്നില്ല. സ്ത്രീകളെല്ലാവരും പോയി കയറുന്നത് എങ്ങോട്ടാ? ആ ബസ്സിലോട്ടാണ് പോകുന്നത്. കാരണം സൗജന്യ യാത്ര ഉള്ളതുകൊണ്ട് പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുക്കാതെ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആ ബസ്സിലാണ് കയറുന്നത്. പക്ഷെ അതേസമയം ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിൽ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ഉപയോഗിക്കുന്ന അതേ ഇന്ധനം തന്നെയല്ലേ ഇവർ ഉപയോഗിക്കുന്നത്. എന്നാലും ഇവർക്ക് അതിനുള്ള ഒരു മൂല്യം പോലും കിട്ടുന്നില്ല. പുരുഷന്മാർ എന്തുമാത്രം പേര് ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കും. കൂടുതൽ പേരും സ്വന്തമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങളുള്ളവർ തന്നെയായിരിക്കും അല്ലെ. സ്ത്രീകളാണ് കൂടുതലും ഈ ബസ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ നാട്ടില് ഫ്യൂൽസിന്, അതായത് ഇന്ധനത്തിനൊക്കെ ഇത്രയും വിലക്കൂടി നിൽക്കുകയാണ്. അപ്പൊ ആ ഇന്ധനത്തിനുള്ള ലാഭം കൂടി ഇവർക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ശരിക്കും ഇവരുടെ അവസ്ഥ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയല്ലേ. നമ്മൾ ആലോചിക്കേണ്ട ഒന്നുണ്ട്. കാര്യം നമുക്ക് ഓരോ 10 മിനിറ്റ് കുടുംബ സർവീസുകൾ, അതായത് ഓരോ പ്രൈവറ്റ് ബസ്സുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനും പേടിക്കാമല്ലോ. ഒരു ബസ് പോയാലും 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ബസ് ഉണ്ടല്ലോ എന്നൊരു ധൈര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എന്ന് പറയാൻ നേരത്തെ ആ ധൈര്യം തന്ന ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇപ്പോൾ യാത്രക്കാരൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വണ്ടി കാലിയായിട്ട് ഓടുമ്പോൾ ഇവർക്ക് എന്ത് മെച്ചം കിട്ടണത്? ഓൾറെഡി ഇവർക്ക് ഈ നമ്മുടെ ഈ ഇടനേരം ഉണ്ടല്ലോ, ഉച്ച സമയത്ത്, ആ ടൈമിലൊന്നും ഇവർക്ക് ആളധികം ഉണ്ടാവില്ല. വെറുതെ അങ്ങോട്ടും കിടന്ന് ഓട്ടം മാത്രമാണ്. ആകെ ഇവർക്ക് കിട്ടുന്ന ഈ രാവിലെ ഉള്ള ഒരു ഓട്ടം, പിന്നെ വൈകിട്ടുള്ള ഓട്ടം. ആ ഓട്ടമാണ് ഇവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
പക്ഷെ ആ ഓട്ടത്തിൽ പോലും ഇപ്പൊ ആളുകൾ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർക്കും കുടുംബങ്ങളാണ്. ഇവൻ ഇതിനകത്ത് പറയുന്നുണ്ട് 10,000 രൂപ അവർക്ക് നേരത്തെ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടമയ്ക്ക് ഇത്ര രൂപ ലാഭം കൊടുക്കണം. അതിനകത്ത് 14,000 രൂപ തന്നെ ഡീസൽ അലുവിന് വേണ്ടിയിട്ട് പോകുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്രയും രൂപ കഴിഞ്ഞിട്ട് പിന്നെ അതില് ഓരോ ഭാരവാഹികൾ, അതായത് ഓരോ തൊഴിലാളികൾക്കും, ഡ്രൈവർക്ക്, ക്ലീനർക്ക്, കണ്ടക്ടേഴ്സിന് കൊടുക്കണം. പിന്നെ അതിന് ബാക്കി വരുന്നത് ഈ പറയുന്ന ഉടമസ്ഥനും കൊടുക്കണം. പിന്നെ അതിനുള്ള അല്ല ചില ചെലവ് ഇവർക്ക് വേറെയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവരൊക്കെ ആണെങ്കിലോ ഈ വെളുപ്പാങ്കാലത്ത് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരൊന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കൊണ്ടുപോയത് ഹോട്ടൽ ഭക്ഷണം കഴിച്ചാണ് ഇവര് ജീവിക്കുന്നത് പോലും. കാരണം രാവിലെ ഇറങ്ങുന്നല്ല, അപ്പൊ ഇടക്ക് വെച്ച് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനും കുടുംബത്തിലെല്ലാവരും ബുദ്ധിമുട്ടിക്കാനുള്ള സമയം പോലും ഇവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാതെയായിരിക്കും ഇവര് വെളുപ്പിന് 5:30ക്കും 6 മണിക്കൊക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും ഉണ്ട് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ മക്കൾ. ആ മക്കൾക്കും പഠിക്കേണ്ടതുണ്ട്. ആ മക്കളുടെ സ്കൂളിൽ ഫീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായിരിക്കും ഈ ബസ് തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് മാസം വാടക കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഇതുവരെയായിട്ടും വാടകയ്ക്കൊന്നും യാതൊരു ഇളവും വന്നിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ പോവാ. ഇവർക്കും ഉണ്ടാവും ലോണും കാര്യങ്ങളും എല്ലാം അല്ലെ. വായ്പകൾ ഇപ്പൊ ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവത്തില്ല. ആ മാസത്തില് ആ വായ്പ അടയ്ക്കേണ്ടതിന് ഇവർക്കൊരു നിശ്ചിത തുക വേണമായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് നോക്കാൻ നേരത്ത് അതിനുള്ളൊരു എമൗണ്ട് പോലും കിട്ടുന്നില്ല. അതായത് ഇപ്പൊ പറയണത് ഒരു 500 രൂപ പോലും നമുക്ക് പണി കഴിഞ്ഞ്, അതായത് അന്നന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്ന് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുന്നില്ല എന്നാണ് ഇവര് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടില് നമുക്കൊരു 500, നമുക്ക് 500 രൂപ നിങ്ങൾക്ക് അറിയാലോ ഒരു വിലയുമില്ല. വിലയില്ല എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടില്ല. കാരണം സാധനങ്ങൾക്കൊക്കെ വില അതിന് മാത്രം വിലയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ സർക്കാരൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ലാഭവും ഇല്ലാതെയാണ് ഇവരിപ്പോൾ ജോലി ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എൻ്റെ ഒരു പറ്റുമെങ്കിലും സ്ത്രീകളോടാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളെ ഒരുമാതിരി നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പരമാവധി ഇവരുടെ സർവീസ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് താഴ്ന്ന രീതിയിലുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവരെ ഈ സർവീസ് ഉപയോഗിക്കട്ടെ. അവർക്കല്ല ഇത് കിട്ടേണ്ടത്. അല്ലാതെ 10,000-50,000 രൂപ മാസ ശമ്പളം വാങ്ങിക്കുന്ന അവരും അധികം നല്ലൊരു ശമ്പളം നല്ലൊരു തുക വാങ്ങിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ബാക്കിയുള്ളവർക്കും കൂടി ജീവിച്ചു പോകണ്ടേ. ഇവരാണെങ്കിലും ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവർ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. ഒരിക്കലും സൗജന്യ യാത്ര നിരോധിക്കണം എന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണം. പക്ഷേ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾക്കും അതിൻ്റെതായ ഒരു സംരക്ഷണം ലഭിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ അവരും മനുഷ്യരാണ്, അവർക്കും കുടുംബങ്ങളാണ്. ബസ് നോക്കിയൊക്കെയാവില്ല, സൗജന്യ യാത്രയില്ലേ. നമ്മുടെ അവസ്ഥ കണ്ട വണ്ടിക്കകത്ത് ഒരു സ്ത്രീയെ കണ്ട കയറി ഒരാൾ. കാരണം നമ്മുടെ അവസ്ഥ ഇതാ അവസ്ഥ. വാ കൊല്ലം കൊല്ലവാ. ഇത് നടത്താൻ പറ്റാത്ത അവസ്ഥയായി വേണ്ടി ഇവൻ നടത്താൻ പറ്റാത്തൊരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. മാസം 50,000 സീസണാണ്. പിന്നെ ടാക്സ്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് അടയ്ക്കണ്ടേ. അതിനുള്ള പൈസ നമ്മൾ കൊടുക്കണ്ടേ. എങ്ങനെ കൊടുക്കും? യാത്രക്കാർ കയറിയല്ലേ അതിനുള്ള എന്തെങ്കിലും മാർഗം കൊണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ഇപ്പം ഈ സ്റ്റാൻഡിൽ വണ്ടി എടുത്തപ്പോൾ വെറും 3 യാത്രക്കാർ. ഇത്രയും പേര് സ്റ്റാൻഡിൽ കൊല്ലം പോകുന്ന യാത്രക്കാരെ എടുക്കുന്നത്. കുട്ടിയത്തു നിന്നും കൊല്ലത്തേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സിന്റെ അവസ്ഥയാണ്. ആകെയുള്ളത് 6 യാത്രക്കാരാണ്. 3 ജോലിയുടെ വണ്ടിയായിരുന്നു. ഇപ്പോൾ അത് 2 പേരായിട്ട് ചുരുങ്ങി. ഒരാളെ ജോലി നഷ്ടപ്പെട്ടു. അത് കാരണം മാസത്തിൽ 15 ദിവസം ജോലി ഒരിക്കൽ കിട്ടുന്നില്ല. ഞാൻ ഈ ഒറ്റ വരുമാനം ജീവിക്കുന്ന ഒരാളാണ്. ബസ്സിനകത്ത് യാത്രക്കാർ തീരെ ഇല്ലാത്ത കാരണം ഒരു ജീവനക്കാരനെ ഒഴിവാക്കി. അപ്പോൾ അവർ അടിച്ച് ഒന്നിനാൾ ഓടിക്കൊണ്ടിരിക്കും. ഒന്നിനാൾ ഓടുമ്പോൾ ഒരാൾക്ക് 15 ദിവസം ജോലിയെ കിട്ടുന്നു. 15 ദിവസം ജോലി കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ശമ്പളം മാത്രം ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ബാറ്റ ശമ്പളം കിട്ടുന്നില്ല. ഈ ശമ്പളത്തിനകത്ത് ചിലവ് കഴിയണം, കാര്യങ്ങൾ കഴിയും. വീട്ടിൽ കൊണ്ടുപോകാൻ 500 രൂപ കാശ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. 500 പോലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഹോട്ടലിലെ ആഹാരവും ചായക്ക് 15 രൂപ, ഒരു കൂടെ 150 രൂപ, കാപ്പി കടകിയിട്ട് ഒന്നും കിട്ടുന്നില്ല. 700 രൂപ 250 ശമ്പളമാണ്. അതിനകത്ത് വീട്ടിൽ കൊണ്ട് 500 രൂപയും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. യാത്രക്കാരെ വിളിക്കുമ്പോൾ യാത്രക്കാർ ഒരുമാതിരി പുച്ഛം കണക്കാണ്. ഇപ്പം സ്ത്രീകൾ കയറുന്നില്ല വണ്ടിക്കകത്ത്. കയറുന്ന വണ്ടി കൊണ്ട് കയറി നമ്മൾ വിളിക്കുക, കടത്ത് വിളിക്കുക, തൊണ്ടടച്ച് വിളിച്ചാലും കയറൂല. സ്ഥിരം വരുന്ന യാത്രക്കാരുടെ ഒരു നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതാകുമ്പോൾ മുതലാളിമാരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. കാര്യം എന്താ പറയുക, അവർക്ക് കളക്ഷൻ കിട്ടുന്നില്ല. 10-12 രൂപ വിട്ടുകൊണ്ടുന്ന വണ്ടി ഇപ്പോൾ വിൽക്കുന്ന 6 രൂപ 7 രൂപ 5000 രൂപ കളക്ഷൻ താന്നിരിക്കുക. എങ്ങനെ മുന്നോട്ട് പോകും? മുന്നോട്ട് പോകുന്നത് എങ്ങനെ അത് നടക്കത്തില്ല. ഈ പ്രസ്ഥാനം ഈ രീതിയിൽ പോയാൽ മുതലാളി വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്കുള്ള വരുമാനം ഇല്ലാതാവും. ചില ദിവസങ്ങൾ എണ്ണ അടിക്കാൻ പൈസ പമ്പി കടം പറയുക, അങ്ങനെയുള്ള അവസ്ഥകൾ. ഒരു ദിവസം ടയർ പഞ്ചറായപ്പോൾ ടയർ ഒട്ടിക്കാൻ കാശില്ലാതെ മറ്റൊരു വണ്ടി പൈസ മേടിച്ച് ബില്ല് അടയ്ക്കേണ്ടി വന്നു.
ആ ഒരു അവസ്ഥ വരെ ഈ വണ്ടിക്ക് സംഭവിച്ചു. അത്രയും പരിതാപകരമായിട്ടാണ് ഈ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കേട്ടില്ലേ, എത്രയോ തൊഴിലാളികളുടെ ജോലിയാണ് ഇല്ലാതായിരിക്കുന്നത്. ഏ അതായത് പാതി പാതി വെച്ചിട്ടാണ് ഇപ്പൊ അവര് ജോലിക്ക് പോകുന്നത്. മുതലാളി, അതായത് പമ്പിൽ പോലും ഇപ്പോ ആ, എന്താ പറയണത്, ഡീസലിന് അവര് കടം പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല അവർക്ക് പല പല ദുഃഖങ്ങളും ഇതിലൂടെ ഉണ്ടായിരിക്കുകയാണ് അല്ലെ. നമ്മൾ സത്യം പറഞ്ഞ ഒരു പദ്ധതി രൂപം കൊള്ളാൻ നേരം അത് എല്ലാ രീതിയിലും എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന രീതിയിൽ വേണം അത് ഉണ്ടാകാൻ അല്ലെ. അല്ലെങ്കിൽ ഇതുപോലെ ഇവർക്ക് ഇത്രയും വലിയ ദുഃഖവും ദുരിതവും തരാൻ നേരത്ത് എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും അല്ലെ. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കേരളത്തില് ഇവരും ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇവരുടെ ദുഃഖം നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള സ്ത്രീജനങ്ങളോട് കൂടിയാണ്, നിങ്ങളിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കാൻ ശ്രമിക്കുക. കഴിവില്ലാത്തവര്, എല്ലാവരും ഒരേ രീതിയിലല്ല നിൽക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ പലതരം ആൾക്കാരുണ്ട്. ലോ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ഹൈ ക്ലാസ് ഉണ്ട്. അങ്ങനെ പൈസ ഉള്ളവർ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കും. അത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അതായത് എല്ലാവർക്കും കൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ. അതിനുള്ള രീതിയിൽ നിങ്ങൾ കൂടി പെരുമാറുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളും സഹകരിച്ചാലേ അവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ എല്ലാവരും കൂടി ഒരു ആവാസ വ്യവസ്ഥയല്ലേ. ആ ആവാസ വ്യവസ്ഥയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യം തന്നെയാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു തക്കതായ ഇവരുടെ മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി എന്തായാലും കൊണ്ടുവരണം. ഞാൻ ഈ പറയുന്ന ഈ എന്താ നമ്മുടെ സൗജന്യ യാത്ര നിർത്തലാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാവണം. കാരണം ഞാൻ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടായിരുന്നു. ഒരു ചേച്ചി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ചേച്ചിക്ക് ഹസ്ബൻഡിനെ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ കിടപ്പാ. അപ്പൊ ആ ചേച്ചിക്കാണെങ്കിൽ 10-12 രൂപ എന്തോ ശമ്പളം ഉള്ളു. ആ ചേച്ചി എന്നിട്ട് ആ ചേച്ചി പറഞ്ഞ എനിക്ക് ബസ് യാത്ര എന്ന് പറഞ്ഞ് പോകുന്നത് 10-3000 രൂപയ്ക്ക് അടുത്ത് ചെലവുണ്ടെന്ന്. ഈ ചേച്ചി പറയണാണ്. അപ്പൊ ഈ 3000 രൂപ ആ ചേച്ചിയുടെ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാനായിട്ട് തികയും. ആ ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചിക്ക് വലിയൊരു ഉപകാരമാണ്. ചേച്ചിക്ക് ദൈവത്തെ പോലെയാണ്. കാരണം നമ്മൾ അവരുടെ ആ ദുഃഖം കാണണം. കാരണം അവർക്ക് ഇത് കൊണ്ടിട്ട് അവർക്ക് വലിയൊരു ഉപകാരമാണ് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ 10-12,000 രൂപയ്ക്ക് ശമ്പളം ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള സഹായം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരം തന്നെയാണ്. പക്ഷേ അതല്ലാതെ നമ്മൾ നല്ലൊരു സാലറി പാക്കേജ് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അവരുടേതായ ചെലവുകളും, ശമ്പളം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ചെലവുകൾ വരും. അതെനിക്കും മനസ്സിലാകാം. പക്ഷേ നിങ്ങൾക്ക് ഈ പൈസ കൊടുത്തു പോകാൻ പറ്റുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പ്രൈവറ്റ് ബസ്സിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവരുടെ കുടുംബത്തിലോട്ടും ജീവിക്കേണ്ട ആൾക്കാരുള്ളതല്ലേ. അവർക്കും ഉണ്ട്, മക്കളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മക്കളുണ്ട്. ആ മക്കളെ സ്കൂളിൽ പോകണം, ആ മക്കളുടെ പഠനം നോക്കണം, വീടില്ലാത്തവരാണെങ്കിൽ വാടക കൊടുക്കണം, അവര് ദിവസ ചെലവ് നോക്കണം. അതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കും വരുമാനം വേണ്ടേ. അതുപോലെ തന്നെ ഈ ബസ്സിന്റെ ഇത്രയും നാള് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബസ് യാത്രയല്ലേ ഈ പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറയുമ്പോൾ. നമ്മൾ ഒറ്റയടിക്ക് അവരങ്ങ് ചതിക്കരുത്. അപ്പൊ ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞൊരു ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇത്രയും നാള് കയറിക്കൊണ്ടിരുന്ന ആൾക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നാ പറയണത്. എന്തിനു വേണ്ടിയിട്ട്? ഈ സൗജന്യ യാത്രയ്ക്ക്, ഫ്രീ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇടക്കിടക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഇവരുടെയും കൊണ്ട് കാര്യം കൂടി നമ്മൾ ആലോചിക്കണ്ടേ. നമ്മൾ ഇത്രയും നാള് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾക്ക് പോകേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിച്ച് നൽകി ഇവരെയും കൂടി നമ്മൾ കാണണം. ഇവരുടെ കണ്ണീരും നമ്മൾ കാണണ്ടേ. അപ്പൊ അതിനനുസരിച്ച് മറ്റുള്ള സ്ത്രീകളാണെങ്കിലും അതനുസരിച്ച് ഇവരോടൊപ്പം സഹകരിക്കാനായിട്ട് കൂടി ശ്രമിക്കും. നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയാനുള്ള വലിയൊരു അപേക്ഷയാണ്, ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ട് ഭാഗത്തിനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സഹായം നൽകുക.